വലിയ ചർച്ചകളിലൊന്നും ഇടം പിടിക്കാതെ, വലിയ വാർത്തയാവാതെ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിൽ മതേതരത്വം എന്തുമാത്രം ഭീഷണി നേരിടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുന്നു ഹരിയാനയിലെ മസ്ജിദുൽ അഖ്സ കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയത്. പൊതുസ്ഥലത്തേക്ക് കൂടി കടന്നാണ് മസ്ജിദുൽ അഖ്സ നിൽക്കുന്നത് എന്ന് ഇങ്ങനെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു തർക്കമാണ്, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയവുമാണ്. അതിന് സമീപത്തുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിക്കുന്നതിൻ്റെ കൂടെ മസ്ജിദുൽ അഖ്സയും കൂടി കഴിഞ്ഞ ദിവസം അധികൃതർ പൊളിച്ചു മാറ്റിയപ്പോൾ വ്യക്തമായിട്ടുള്ള നോട്ടീസുകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കൊടുത്തു എന്ന് അവർ പറയുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പള്ളി ഇങ്ങനെ പൊളിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ എത്തിപ്പെടുക, അതിന് യാതൊരു വിധത്തിലുള്ള വലിയ ഒരു വാർത്തയാകുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ, ഈ രാജ്യത്ത് ഒരു വർഷങ്ങളായി 50 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ഒരു പള്ളിയാണ് ഹരിയാനയിലെ മസ്ജിദുൽ അഖ്സ. ആ പള്ളി പൊളിച്ചു നീക്കിയത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരു വാർത്തയല്ല, സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിക്കുന്നില്ല. അങ്ങനെ വലിയ രീതിയിൽ വാർത്തയാകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ഇന്നലകളിലെ വലിയ വാർത്തയായിരുന്ന അത്തരം കാര്യങ്ങൾ ഇന്നൊരു വാർത്ത പോലും അല്ലാതാകുന്നു എന്നുള്ളതാണ് മതേതരത്വം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി വോക്സ് പറയുന്നത്. ഇന്ത്യയിൽ കഴിഞ്ഞ കാലത്തിൻ്റെ ചരിത്രങ്ങളെ മാറ്റിയെഴുതുന്നതിനെ, ഭരണഘടന ഇഷ്ടം പോലെ തോന്നിയ പോലെ മാറ്റിയെഴുതുന്നതിനെ, ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടെ ഇരുസഭകളിലും ഏത് ബില്ലും പാസാക്കിയെടുക്കാമെന്നുള്ള അഹന്തയോടെ ഇങ്ങനെ ഇന്ത്യ ഒരു പുതിയ നിർമ്മിതിയിലേക്ക് കടന്നു കയറുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വലിയ രീതിയിൽ നമ്മൾ പ്രചരിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വാർത്തയല്ലാതെ ഒതുങ്ങിപ്പോവുക കൂടി ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 5-10 വർഷങ്ങൾക്ക് ശേഷം എവിടെയായിരിക്കും ഇന്ത്യ എത്തിപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ 2014 ശേഷമാണ് ഇന്ത്യയെ വീണ്ടെടുക്കാൻ സാധിച്ചത്. ഇന്ത്യ എന്ന് പറയുന്ന ഹിന്ദു രാഷ്ട്രം, ഇന്ത്യ എന്ന് പറയുന്ന മതരാഷ്ട്രം ഇപ്പോൾ ആണ് അതിൻ്റെ യഥാർത്ഥ ദിശയിൽ സഞ്ചരിക്കുന്നത് എന്ന രീതിയിൽ പോലും ഇപ്പോൾ വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ, RSS, BJP കേന്ദ്രങ്ങൾ പറയുന്നതും 2014-നും 2014 മുൻപും പിൻപും എന്നുള്ള രീതിയിൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വിഭജിക്കപ്പെടും. കാരണം ഇന്ത്യ യഥാർത്ഥ രീതിയിൽ സഞ്ചരിക്കുന്നത് 2014 ശേഷമാണ് എന്നുള്ളതാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള വാർത്തകൾ ചെറുതാക്കപ്പെടുന്നു. ഈ നാട്ടിലെ ചരിത്രം മാറ്റിമറിക്കപ്പെടുന്നു. ഈ നാട്ടിൽ എന്താണോ BJP ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ഉള്ള വാർത്തകൾ മാത്രം കൺവേ ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് ഇവിടുത്തെ സംഭവങ്ങളും മാറുന്നു എന്നുള്ളതാണ്. നോക്കൂ, ജബൽപൂരിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് എത്രമേൽ ശക്തമായാണ് അവർ ആ വാർത്ത പ്രചരിപ്പിക്കുന്നത്. 3 ഹിന്ദു മതസ്ഥർ മരിച്ചതുമായി ബന്ധപ്പെട്ട് ജബൽപൂർ കത്തുകയാണ് വഖഫിനെ സംബന്ധിച്ച്. അപ്പോൾ അത് മുഴുവനും സോഷ്യൽ മീഡിയയിലൂടെ BJP അക്കൗണ്ടുകളിലൂടെ പ്രചരിപ്പിച്ച വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ആ ജബൽപൂർ ആക്രമണം നടന്നതും തുടങ്ങിയതും നടന്നുകൊണ്ടിരിക്കുന്നതും എന്നുള്ളത് വളരെ വ്യക്തമായ തെളിവുകളുടെ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇത് തന്നെയാണല്ലോ വർഷങ്ങൾക്ക് മുമ്പ് 2002 BJP RSS സംഘടനകൾ സാധിപ്പിച്ചെടുത്ത ഗോദ്ര ഇൻസിഡന്റും അതിനുശേഷം വന്ന ഗുജറാത്ത് കലാപവും. അതും ഇത്തരത്തിൽ വാർത്തകൾ തെറ്റായി പ്രചരിപ്പിച്ചതിൻ്റെ രീതിയിലാണ് ഗുജറാത്തിൻ്റെ പലയിടത്തും നിന്ന് കത്തുന്ന രീതിയിൽ ഗുജറാത്ത് റൈറ്റിനെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമായിട്ടാണ് നമ്മൾ ജബൽപൂരിനെയും കാണേണ്ടത്. വാസ്തവം എന്താണ് എന്നുള്ളതിനെ മാറ്റി നിർത്തി ആ വാസ്തവത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആ പ്രചരണത്തിൽ ഒരു വർഗീയ കലാപം അങ്ങനെയാണ് BJP ജബൽപൂരിൽ നടത്തുന്നത്. അപ്പോൾ ഈ വാർത്തകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യയുടെ മതേതര ഭാവി എത്രമേൽ വ്രണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥ, ഇവിടെ സംസാരിക്കുമ്പോൾ അവരെ തീവ്രവാദികളായി മാറ്റുന്ന അവസ്ഥ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തെ തീവ്രവാദപരമായ ആശയങ്ങളായി കണ്ട് അതിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുക എന്ന RSS പ്രചരണം, RSSന്റെ ആ അജണ്ട തന്നെയാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.